എല്ലാവർക്കും നമസ്കാരം. ഇത് ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ വ്യോമയാന ചരിത്രവുമായി വളരെ അടുത്ത ബന്ധമുള്ള റോഡാണിത്. ഈ റോഡ് പൈതൃകവും ആധുനികതയും ഇടകലരുന്ന പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്ന അൽ മഹാത്ത മ്യൂസിയം ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങൾ ഈ പാതയിലുണ്ട്. ഇന്നത്തെ വൈകുന്നേരം നമ്മൾ ഒത്തുചേരാൻ പോകുന്നത് ഷാർജ എയർപോർട്ട് റോഡിൻ്റെ തന്നെ ഓപ്പോസിറ്റായിട്ടുള്ള ഷാർജ നാഷണൽ പാർക്കിലാണ്. 1982 സ്ഥാപിതമായ ഷാർജ നാഷണൽ പാർക്ക് 6,30,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഷാർജയിലെ ഏറ്റവും വലിയ പൊതു പാർക്കാണ്. പ്രകൃതി സംരക്ഷണവും കുടുംബങ്ങൾക്കും വിദേശ സഞ്ചാരികൾക്കും ശാന്തമായ അന്തരീക്ഷവും പ്രദാനം ചെയ്യുന്നതിനായി നിർമ്മിച്ച ഈ പാർക്കിൽ കുട്ടികൾക്ക് പാർക്കിനുള്ളിലൂടെ സഞ്ചരിക്കാൻ ഒരു ചെറിയ ട്രെയിനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി താറാവ് നീന്തി തുടിക്കുന്ന കുളവും ഉണ്ടിവിടെ. ബാർബക്യൂ ചെയ്യാൻ പ്രത്യേക സ്ഥലവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിശാലമായ പച്ചപ്പുള്ള പിക്നിക് ഏരിയകളും പാർക്കിൽ അതിമനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു. തുടക്കത്തിൽ അൽ തള്ള പാർക്ക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം പിന്നീട് ഷാർജയിലെ ഏറ്റവും വലിയ പാർക്കുകളിലൊന്നായി വികസിപ്പിക്കുകയും ഷാർജ നാഷണൽ പാർക്ക് എന്ന പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. യുഎയിലെയും ഷാർജയിലെയും നഗരവൽക്കരണത്തിന് ഇടയിലും പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നിർമ്മിച്ചത്. പുൽത്തകിടികളിലും പൂന്തോട്ടങ്ങളിലും കൃത്യമായി വെള്ളം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ലോൺ സ്പ്രിംഗ്ലർ സിസ്റ്റം. ഇവ പ്രധാനമായും 3 തരത്തിലാണ് ഉള്ളത്: സ്റ്റേഷനറി സ്പ്രിംഗ്ലർ, റോട്ടറി സ്പ്രിംഗ്ലർ, ഡ്രിപ്പ് ഇറിഗേഷൻ എന്നിവ. ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് റോട്ടറി സ്പ്രിംഗ്ലർ സിസ്റ്റമാണ്. വെള്ളം പമ്പ് ചെയ്യുമ്പോൾ കറങ്ങി വശങ്ങളിലേക്ക് വെള്ളം തുല്യമായി ചീറ്റുന്നവ. വലിയ പുൽത്തകിടികൾക്ക് ഇത് വളരെ നല്ലതാണ്. വിശാലമായ പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷവും ശുദ്ധവായുവും ഉൾക്കൊണ്ടുകൊണ്ട് സുരക്ഷിതമായി നടക്കാനും ഓടാനും ഒരുക്കിയിരിക്കുന്ന ഈ ട്രാക്കുകൾ ഒത്തിരി ആസ്വാദ്യകരമാണ്. വേനൽക്കാലത്ത് ചൂട് ഒഴിവാക്കുവാൻ രാവിലെ നേരത്തെയോ വൈകുന്നേരം 4 മണിക്കു ശേഷമോ ജോഗിംഗ് ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യവും ആണ്. ഷാർജ നാഷണൽ പാർക്കിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനിയാണ് ഈന്തപ്പനകൾ. യുഎഇയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഈ മരങ്ങൾ പാർക്കിലുടനീളം കാണാം. ഈന്തപ്പനകൾക്ക് പുറമെ മരുഭൂമിയിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒട്ടേറെ തരം മരങ്ങളും ചെടികളും പാർക്കിനുള്ളിലുണ്ട്. സമ്മർ അതിൻ്റെ പീക്കിലെത്തുമ്പോഴാണ് ഈന്തപ്പനകളുടെ കായ്കൾ പഴുക്കുവാൻ തുടങ്ങുന്നത്. വിവിധതരം ഈന്തപ്പനകളുള്ളതിനാൽ പഴുത്തു നിൽക്കുന്നത് കാണുവാൻ വളരെ ഭംഗിയാണ്.
പാർക്കിലെ വിശാലമായ പുൽത്തകിടികളും ഇടതൂർന്ന മരങ്ങളും പ്രകൃതി ഭംഗിയുള്ള ചിത്രങ്ങൾക്കും ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്കും ഷാർജ നാഷണൽ പാർക്ക് ശരിക്കും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ്. സൂര്യൻ്റെ മനോഹരമായ അസ്തമയത്തെയും പ്രകൃതിയിലെ മാറ്റങ്ങളെയും വിവരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യുന്നു. ഇവിടെ നിന്ന് കുറേ നേരമെടുത്ത് ഷൂട്ട് ചെയ്തതാണ് ഈ വീഡിയോ. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് കരുതുന്നു. അസ്തമയ സൂര്യൻ്റെ സുവർണ കിരണങ്ങൾ കടൽ തീരത്തെ സ്വർണ്ണ നിറമാക്കി മാറ്റിയിരിക്കുന്നു. ആകാശത്ത് ഓറഞ്ചും പിങ്കും വയലറ്റും നിറങ്ങൾ ഇടകലർന്ന് ഒരു മാന്ത്രിക ലോകം തന്നെ സൃഷ്ടിച്ചു. പകലത്തെ ചൂടിന് വിട പറഞ്ഞ് നേരിയ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. കടലലകൾ ശാന്തമായി ആ തീരത്തെ തലോടി. സൂര്യൻ പതിയെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മറയാൻ തുടങ്ങുന്നു. ആ കാഴ്ച കണ്ട് തീരത്തു നിന്ന പക്ഷികൾ കൂട്ടത്തോടെ ആകാശത്തിലേക്ക് ഉയരുന്നു. സായാഹ്നത്തിൻ്റെ ഈ മനോഹരമായ നിമിഷം പ്രകൃതിക്ക് പുതിയൊരു ഭംഗി നൽകി. പ്രകാശം മങ്ങുവാൻ തുടങ്ങുന്നു. ഇരുൾ പടരുവാൻ പോകുന്നു. മനസ്സിൽ ശാന്തത നിറയുന്ന ഒരു അനുഭവമായോ ഇത് മാറുവാൻ തുടങ്ങുന്നു. എല്ലാവർക്കും നന്ദി.